സൈബർ തട്ടിപ്പിലൂടെ മുൻ ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർക്ക് 90 ലക്ഷം രൂപ നഷ്ടമായി. ഷെയർ മാർക്കറ്റിൽ 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് തട്ടിപ്പ് നടന്നത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അരുൺ ശങ്കർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരുൺ, ഈ വിദ്യാസമ്പന്നരായ ആളുകൾ അപ്പോൾ ഇങ്ങനെ പരിചയസമ്പന്നരായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി കൂടി ഈ കുഴിയിൽ ചാടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം, ഈ തട്ടിപ്പിന്റെ രീതി, ഇതുമായി ബന്ധപ്പെട്ട് കേസൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള മറ്റ് ഇതിന്റെ അപ്ഡേഷൻ എന്താണ്? തീർച്ചയായിട്ടും ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ സമ്പന്നരും അതോടൊപ്പം തന്നെ ഉന്നത പദവികളിലൊക്കെ ഇരിക്കുന്നവരുമാണ് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ പല ഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച് പരമ്പരകൾ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ബോധവാന്മാരാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ സൈബർ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ജസ്റ്റിസായ ശശിധരൻ നമ്പ്യാരാണ്. അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ 90 ലക്ഷം രൂപ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 4 തീയതി മുതൽ 30 വരെയാണ് അദ്ദേഹം ഈ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട ആളുകൾക്ക് ഈ 90 ലക്ഷം രൂപ അക്കൗണ്ടുകളിലേക്ക് നൽകിയത്. ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പിലൂടെയാണ് ഈ തട്ടിപ്പുകാർ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആദിത്യ ബിർള ഇക്വിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചുകൂടി ഒരു പരിചയം തോന്നുന്ന ഒരു പേരാണല്ലോ. ആദിത്യ ബിർള എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രമുഖ കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത്. ആ കമ്പനിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പുകാർ ജസ്റ്റിസിനെ പരിചയപ്പെട്ടത്. ആ വിശ്വാസം, കമ്പനിയുടെ പേരിലുള്ള വിശ്വാസം മുതലെടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 850% ലാഭമാണ് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നത്. ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു നിക്ഷേപം നടത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ലാഭം ഉണ്ടാകുന്നുള്ളൂ, പരമാവധി പോയി കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ അപ്പുറത്തേക്ക് 850% ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറത്തേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലാഭമാണ് ഇവർ വാഗ്ദാനം ചെയ്തത്. അതിലാണ് ഈ ജസ്റ്റിസ് പെട്ടുപോയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അയാന ജോസഫ്, അതോടൊപ്പം തന്നെ വർഷ സിംഗ്. ഇവർ 2 പേരുമാണ് ഈ ജസ്റ്റിസിനോട് സംസാരിച്ചിട്ടുള്ളത്. തോന്നുന്നത് കാരണം എന്താ, 850% എന്ന് പറയുമ്പോൾ ഇരട്ടിയാണ്. ഒരു 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷത്തിനടുത്ത് കിട്ടുന്ന രീതിയിലേക്കാണ് 850% എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഒരു ജസ്റ്റിസിന് അത് സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള അറിയിപ്പ് വരുമ്പോൾ അദ്ദേഹം ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പ് കേസുകൾ ഒക്കെ ആളാണ്. കാരണം 8 ഇരട്ടിയോളം വരികയാണ് ഈ അതിന്റെ ലാഭവിഹിതം. 8.5 അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഇത് കേട്ട ഉടൻ തന്നെ നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നോ? എന്താണ് അദ്ദേഹത്തിന്റെ മൊഴിയൊക്കെ എടുക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? അദ്ദേഹം എങ്ങനെ ഈ കുഴിയിൽ വീണു എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഈ 8.5 ഇരട്ടി ലാഭമാണ് അദ്ദേഹത്തിനോട് വാഗ്ദാനം ചെയ്തിരുന്നത്. അതിലാണ് അദ്ദേഹം പെട്ടുപോയതായിരിക്കാം. എന്തായാലും 90 ലക്ഷം രൂപ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു. 90 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ ഏതാണ്ട് 3.5 കോടിക്ക് മുകളിൽ ലാഭം നൽകാമെന്നായിരുന്നു അദ്ദേഹത്തിനെ പറഞ്ഞു പറ്റിച്ചത്. ഈ ആദിത്യ ബിർള എന്ന ഗ്രൂപ്പിൻ്റെ പേര് മുൻനിർത്തിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സാധാരണ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങൾ ദിവസേന വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് പറയേണ്ടി വരും. കാരണം തുടർച്ചയായിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം പറയുന്നുണ്ട്. അനന്തന്റെ റിപ്പോർട്ടാണ് ഓർമ്മ. അതെ, നമുക്ക് തന്നെ ഇത്തരം അത് ഒന്നുമില്ലെങ്കിൽ അത്ര സൈബർ തട്ടിപ്പാണ്.